ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സൊല്യൂഷൻ, ക്ലീനിങ്ങിന് ആവശ്യമുള്ള ഒരു ഹോം മെയ്ഡ് സൊല്യൂഷനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ കിച്ചൺ എപ്പോഴും ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഓയിലും സാധനങ്ങളൊക്കെ വീണ് ആകെ വൃത്തികേടാവും, പ്രത്യേകിച്ച് ഈ ഗ്യാസ് സ്റ്റോപ്പ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ആവശ്യമുള്ളൊരു ലിക്വിഡാണിത്. കാരണം ഇത് എപ്പോഴെപ്പോഴും പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് മുതലാവില്ല, കാരണം ഇതെന്നും ആവശ്യമുള്ള സാധനമാണ്. അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഒന്നാമതായിട്ട് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ആദ്യം ബേക്കിംഗ് സോഡ, പിന്നെ വിനീഗർ, പിന്നെ ഒരു പാത്രം തേക്കുന്ന ലിക്വിഡ്. അത് ഞാൻ ഇവിടെ എക്സോണ് എടുത്തേക്കണേ. നമുക്ക് പ്രില്ല് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പ്രില്ലോ എക്സോ എടുക്കുക, അതായിരിക്കും നല്ലത്. ഇടാട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇടണ്ടേ. ലിക്വിഡ് ഇടാണേ, കുറച്ച് മതി. കൃത്യമായിട്ട് അളവൊന്നും പറയാനില്ല. നമുക്കറിയാൻ പറ്റും ഏകദേശം എത്ര വേണമെന്ന്. നമ്മുടെ ബോട്ടിലിൻ്റെ അളവൊക്കെ അനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വിനാഗിരി മതി. വിനാഗിരി ഒഴിക്കുമ്പോൾ അത് പതഞ്ഞ് പൊങ്ങും. പതയൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ അതങ്ങ് പതഞ്ഞ് പുറത്തേക്ക് പോകും. അനുസരിച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതായത് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് സ്പ്രേ ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം തുടച്ചെടുത്താൽ മതി. ഈ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ അങ്ങ് പോവില്ല. 2-3 വട്ടം യൂസ് ചെയ്താൽ കുഴിച്ച പൊക്കോളും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. തുടയ്ക്കുമ്പോൾ നമുക്ക് അധികം ശക്തിയൊന്നും എടുക്കണ്ട, വെറുതെ തുണി കൊണ്ട് വൈപ്പ് ചെയ്താൽ മതി. ഞാൻ വെളിച്ചെണ്ണയുടെ ബോട്ടിലൊക്കെ വെക്കുന്ന ഒരു ട്രേ ആണ്. ഇതിനകത്ത് എപ്പോഴും ഓയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഓയിലിൻ്റെ ഇതൊക്കെ മാറാനായിട്ടും ഈ ഒരു ലോഷൻ നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ പുറത്തുനിന്ന് ലോഷൻ വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കെമിക്കൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ടൈലിൽ എന്തെങ്കിലും സ്ക്രാച്ച്, പ്രത്യേകിച്ച് വൈറ്റ് ടൈൽസിൽ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമുക്കത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് വെറുതെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ അത് പൊക്കോളും. സ്ക്രാച്ച് എന്ന് ഉദ്ദേശിച്ചത് വെറുതെ പാത്രമൊക്കെ വലിച്ചിട്ട് നമുക്ക് ഉണ്ടാകുന്ന സ്ക്രാച്ചൊക്കെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് വെച്ച് തുടച്ചാൽ മാറിപ്പൊക്കോളൂ കേട്ടോ. ഈ ഒരു ലോഷൻ കിച്ചണിൽ മാത്രമല്ല ഡൈനിങ് ടേബിളിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ്ഫുള്ളാണ്.